ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് വിശ്വസിച്ച് അത്ഭുതങ്ങൾ പ്രാപിക്കുക എന്നുള്ളതല്ല. അവിടെയാണ് നമുക്ക് ഒന്നടങ്കം തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ച് ഈശോ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂലങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം. ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുക. ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നത്. അപ്പം പിന്നെ ഈശോ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പിണക്കം ഉണ്ടാവും, സാരമില്ല. സുവിശേഷത്തിൻ്റെ അകത്ത് അല്ലേ, സുവിശേഷത്തിൻ്റെ അകത്ത് നമുക്ക് ചില വചനങ്ങളെ വ്യാഖ്യാനിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈ അത്ഭുതത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. അത്ഭുതത്തിന് വേണ്ടിയിട്ട് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? അടുത്തത് എന്താ കുഴപ്പം? ഞാൻ അത്ഭുതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്ഭുതം കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യരുതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്ഭുതത്തിന് വേണ്ടിയിട്ട് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ? ആ, ശരിയാണ്. അപ്പോൾ അത്ഭുതത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിൻ്റെ അകത്തൊരു വലിയ അപകടമുണ്ട്. എന്താണ്? ഒന്ന് ചേച്ചി പറഞ്ഞത് ശരിയാണ്. കുറേ ഞാൻ പ്രാർത്ഥിക്കും, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സത്യസന്ധമായി ഞാൻ പ്രാർത്ഥിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിശ്വാസം എല്ലാം പോകും. ഒന്ന്, അത് ശരിയാണ്. അടുത്തത്, ഇനി കിട്ടിയെന്ന് വിചാരിച്ചോ, കിട്ടി, നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടി. കിട്ടുക മാത്രമല്ല, നീ ആഗ്രഹിച്ചത് ഒരു 10,000 രൂപയുടെ കടം മാറാനാണെങ്കിൽ ദൈവം നിനക്ക് 2 ലക്ഷം രൂപയാണ് തന്നത് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൾ അടുത്ത ദിവസം തുടങ്ങി പ്രാർത്ഥന നിർത്തും. കാരണം എന്താണ്? ഇയാൾ ആഗ്രഹിച്ചത് ഈശോയെ അല്ല, ഇയാൾ സ്നേഹിച്ചത് ഈശോയെ അല്ല, ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആളുകൾ ഒത്തിരി വരുന്നുണ്ട്, പക്ഷേ കലർപ്പില്ലാത്ത വിശ്വാസമുള്ള ആളുകളുടെ എണ്ണം നമുക്കിടയിൽ കുറവാണ്. ശരിക്കും വിശ്വാസമുള്ള ഈശോയെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം നമുക്കിടയിൽ കുറവാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ സ്നേഹമുള്ളവര്, നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു ചിന്തയാണ് അല്ലേ. കുറേ കാര്യങ്ങൾ, കുറേ വചനം എഴുതി, അല്ലെങ്കിൽ കുറേ വചനം പറഞ്ഞു, അല്ലെങ്കിൽ കുറേ പ്രാർത്ഥനാ ശൈലികളെല്ലാം നടത്തി എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് എന്താ? എനിക്ക് വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നടന്നു കിട്ടണം. ഈശോ ശിഷ്യന്മാർ, ഈ പത്രോസ്, ഈ പറയുന്ന ഞാൻ ഇന്ന് ആദ്യം വായിച്ച വചനത്തിൻ്റെ അകത്ത് ഈ പത്രോസ് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചു. അവർക്ക് മീൻ കിട്ടാതെ വന്നപ്പോൾ ഈശോ വന്നു രാത്രി. കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഉടനെ ഈശോ എന്നാ പറഞ്ഞേ? മക്കളെ, ഇവിടെ വലതുവശത്ത് വലയിറക്ക്. എന്നാ കിട്ടി? വള്ളം നിറഞ്ഞല്ല, വല കീറുവോളം എന്നാണ് വചനം. വല കീറുവോളം മീനെ കിട്ടി. നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? ഉടനെ കർത്താവിനെ വിടും. കർത്താവിന് ഏതെങ്കിലും മീൻ കിട്ടിയല്ലോ, ഇനി കർത്താവ് പൊക്കോട്ടെ, എനിക്കെന്നാ വേണം? എൻ്റെ പ്രതീക്ഷാ പ്രാർത്ഥന ഈ മീനായിരുന്നു, മീൻ കിട്ടി. എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ മീനെ കൊണ്ട് അവസാനിക്കും. പക്ഷേ പത്രോസ് എന്താ ചെയ്തേ? അപ്പോഴാണ് മനസ്സിലായത്, അപ്പുറത്ത് നിൽക്കുന്നവൻ, എടാ അത് കർത്താവാണ്. ഉടനെ ചാടി നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കൊപ്പായം എടുത്തു ധരിച്ച് ഈശോയിലേക്ക് വന്നു, വള്ളവും മീനും ഉപേക്ഷിച്ചു. ഇതാണ് ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ മാത്രം പോയാൽ ശരിക്കുമുള്ള ഈശോയിലുള്ള വിശ്വാസം ഇല്ലാതായി മാറും. അത്ഭുതത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥനയും സ്നേഹവും ഭക്തിയുമൊക്കെ ആയി ക്രിസ്ത്യാനിറ്റി ഒതുങ്ങിപ്പോകും. ഈശോ സ്ഥാപിച്ചത്, ഈശോ ആഗ്രഹിച്ചത് അതല്ല. അത്ഭുതം തരാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അല്ല ഈശോ കുരിശിൽ മരിച്ചത്. ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടല്ലോ ഈശോ മനുഷ്യാവതാരം ചെയ്തത്.
ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തോണ്ടിരുന്നറിയോ? മരിക്കാൻ തയ്യാറായിട്ടാണ് ക്യൂ നിൽക്കുകയാണ്. തൊട്ടടുത്ത ആൾ മൃഗത്തിൻ്റെ മുന്നിലേക്ക് അറിയപ്പെടുന്നത് കണ്ടിട്ട് അടുത്ത ഊഴം എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ക്യൂ നിൽക്കുന്നവരായിരുന്നു ആര്? നമ്മുടെ പൂർവികർ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറാം. ആരും നിർബന്ധിച്ച് ഓടിച്ചിട്ട് പിടിച്ച് ക്രിസ്ത്യാനിയാക്കുന്ന പരിപാടിയല്ല, അല്ല മതവർദ്ധനമല്ല. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തില്ല? മാറിയില്ലെന്ന് മാത്രമല്ല, അവർ റെഡിയായിട്ട് വന്ന് നിന്നു. എന്തിനു വേണ്ടി? ഇതാ അടുത്തത് ഞാൻ. അവരെ എണ്ണക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് തുണി ഇങ്ങനെ ശരീരത്തെ ചുറ്റി കത്തുന്ന തീപ്പന്തങ്ങളായി നിർത്തി. അവര് ഇത് കണ്ടോണ്ട് തന്നെ മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. സ്നേഹമുള്ളവരെ, അധികം പേരില്ലെങ്കിലും കുറച്ചാളുകളെങ്കിലും അടുത്ത തലമുറയിൽ യഥാർത്ഥ വിശ്വാസമുള്ള ക്രിസ്ത്യാനികളായി മാറണം. ഈശോയെ കൊണ്ട് കാര്യം നടത്തി ജീവിക്കുന്ന താൽക്കാലിക വിശ്വാസമുള്ളവരായി മാത്രം അധവദിക്കരുത്. സ്നേഹമുള്ളവരെ, ഒരുപാട് സ്നേഹത്തോടെയാണ് ഞാനിത് പറയുന്നത്. നമുക്കിടയിൽ വേണ്ടത് ഒറിജിനലായിട്ടുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയാവോ? ചെറിയൊരു പ്രശ്നം മതി, എല്ലാം ഇട്ടിട്ട് പോകും. നമ്മളധികം കാലം പ്രതീക്ഷിക്കേണ്ട ഇതൊന്നും. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ പോരാ, അല്പം കൂടി ഉന്മേഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അല്പം കൂടി ഉച്ചത്തിൽ പറയാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. നീ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്നും മാറത്തില്ല കേട്ടോ. നീ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നിന്റെ ഈ ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള ആളുകളായിരുന്ന ഒരു ശിഷ്യന്മാരല്ലേ? ഈ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ മുഴുവനും ഈ ഞെരുക്കവും പീഡനവും മതമർദ്ദനങ്ങളും മരിച്ചെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്തു. ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ മുഴുവനും എന്താണ്? ഇങ്ങനെയുള്ള സഹനങ്ങളാണ്. ഞാൻ നിങ്ങൾക്കൊരു വചനം തരാം. ലൂക്ക 9:23. ലൂക്ക 9:23 എന്താണ്? ലൂക്ക 9:23 ഈശോ അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഈശോയെ അനുഗമിക്കാനായി ആഗ്രഹിക്കുന്നവൻ, ഈശോയുടെ ശിഷ്യനായി തീരാൻ ഈശോയുടെ സ്നേഹമുള്ള ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യാനാ പറയുന്നത്? തന്നെ പരിത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് കുരിശൊഴിവാക്കിക്കൊണ്ടല്ല, കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ കൂട്ടത്തിലേ ഈശോ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈശോയുടെ ചുറ്റും വരുന്നുണ്ട്. അല്ലേ? ലൂക്ക 12:1 എടുത്താൽ മതി. നിങ്ങൾ എടുക്കുക, പിന്നെ എടുത്താൽ മതി. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയെന്നാണ് ലൂക്ക 12:1. മർക്കോസ് 3:7 ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, ഈശോയെ കാണാൻ ഇങ്ങനെ ആൾത്തിരക്കിൽ പെട്ടിട്ട് ഈശോയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വള്ളം ഇങ്ങനെ മാറ്റി നിർത്ത്, ആളുകളെല്ലാം തീരത്ത് നിന്നോ, ഞാൻ വള്ളത്തിൽ മാറി നിന്ന് കടലിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈശോ പോയ ഇടങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ വന്നിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈശോയുടെ വചനം കേൾക്കണം, രോഗശാന്തികളും അത്ഭുതങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ കാണണം, കിട്ടുന്നുണ്ടെങ്കിൽ മേടിക്കണം. ഈ ആഗ്രഹത്തോടെയായിരുന്നു ഈശോയുടെ പിന്നാലെ ഒത്തിരി. അപ്പം ഈശോ അവരോടൊന്നും പറഞ്ഞില്ല. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അത്ഭുതം അടയാളവും കണ്ടുകൊണ്ട് വരരുത് എന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ലൂക്ക 9:23 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നാ ചെയ്യണം? പരിത്യജിച്ച് നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 2:23-24 യോഹന്നാൻ 2:23-24 ഈശോ പെസഹാ തിരുനാളിന് മുന്നേ
ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒത്തിരി പേര് ഈശോയിൽ വിശ്വസിച്ചു. ശരിയാണ്. കിട്ടിയോ നിങ്ങൾക്ക്? യോഹന്നാൻ 2:23. പെസഹ തിരുനാളിന് മുന്നേ ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ശരിയാണ്, അത്ഭുതം. ഇപ്പൊ ഈ ക്ഷണത്തിൽ ഇവിടെ ഈശോ ഉണ്ടോ? ഇത് പറയുന്നത് ഈശോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഉണ്ടെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇനി ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അത് കണ്ടിട്ട് എൻ്റെ വിശ്വാസം കൂടണം. അതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? സ്നേഹമുള്ളവരെ, ഈ വചനത്തിൻ്റെ അടുത്ത വാക്യം എന്താണ്? യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. അതിൻ്റെ തുടർച്ച. കാരണം അവൻ അവരുടെ ഉള്ളറിഞ്ഞിരുന്നു. സാക്ഷ്യം ആവശ്യമില്ല എന്ന് വെച്ചാൽ എന്താണ്? ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈശോയിൽ വിശ്വസിച്ചു. ശരിയാണ്. പക്ഷെ ഈശോയാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവരുടെ അകത്തുള്ളത് എന്താണ്? അവർ അത്ഭുതം കണ്ടിട്ട് ഈശോയിൽ വിശ്വസിച്ചതാണ്. ശരിക്കും ഈശോയോട് സ്നേഹം ഇല്ല. ശരിക്കും ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ, അതാണ് അടുത്തത് നമ്മുടെ മർമ്മമായ വചനം, ലൂക്ക 9:23. എന്നെ അനുഗമിക്കാനായി, ക്രിസ്ത്യാനിയായി, ക്രിസ്തു ശിഷ്യനും ശിഷ്യയുമായി അറിയപ്പെടാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിലുള്ള കുരിശിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം. അല്ല, ഇത് മാറിപ്പോകാൻ വേണ്ടി നേർച്ചയും വഴിപാട് നടത്തിയിട്ടല്ല. കേൾക്കണം. ഇത് മാറിപ്പോകാൻ വേണ്ടിയിട്ടല്ല. ഇത് കുരിശേറ്റെടുത്തിട്ട് പറയണം. സഹനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നാ കിട്ടുമെന്നറിയാവോ? അത്ഭുതം കിട്ടില്ല, പക്ഷെ അവൻ ഒരു കാര്യം കിട്ടും. അതെന്താണ്? അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നും. ഈ കുരിശിന്റെ നടുവിലും തളരാതെ ഈ കുരിശേറ്റെടുത്തിട്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ 100% പറയും അയാൾക്കൊരു കാര്യം കിട്ടും, ഉറപ്പാണ്. അതെന്താണ്? നിത്യജീവൻ. നമുക്കിപ്പോഴും ഇങ്ങോട്ട് കിട്ടാനുള്ള സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രക്ഷയാണോ കിട്ടേണ്ടത്, അത്ഭുതമാണോ വേണ്ടത്? അത് പറയാൻ നമുക്ക് ചങ്കൂറ്റമില്ല. ഉണ്ട്, പക്ഷേ ഒരാളെ പറഞ്ഞോളൂ. നമുക്ക് രക്ഷയാണോ അത്ഭുതമാണോ വേണ്ടത്? ആരും അല്ലേ സങ്കടപ്പെടണ്ട. ഉള്ളവരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ട് അറിയുമെന്ന് വിചാരിക്കുന്നത്, എനിക്കൊരു കാലില്ലാത്ത അച്ഛനാണ്. വെപ്പുകാലയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകരുത്. ഇത് ജീവിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ സഹിച്ചാലേ നമുക്ക് എന്തുള്ളൂ? രക്ഷയുള്ളൂ. അത്ഭുതം കിട്ടുന്നവർത്തോണ്ട് രക്ഷപ്പെടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ഈശോ നേരിട്ട് ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതം പ്രവർത്തിച്ച എല്ലാവരും സ്വർഗത്തിൽ പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സംശയമൊന്നും വേണ്ട. 10 കുഷ്ഠരോഗികളിൽ 9 എണ്ണത്തിനും ഇത് കിട്ടി. 10 സൗഖ്യം കിട്ടി. ആ 9 എണ്ണം എന്ത് ചെയ്തു? സൗഖ്യം കിട്ടി. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സൗഖ്യം കിട്ടിയത്. ശരിയാണ്. അവരാ വഴി പോയി. ഒരുത്തം കിട്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവനോടാണ് ഈശോ പറഞ്ഞത്, മോനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം അത്ഭുതത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസമാണോ അതോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസമാണോ? അത് വേണം. 2 തവണ ക്യാൻസർ വന്നു. അച്ഛനാകുന്നതിന് മുന്നേ സെമിനാരി ചേർന്ന് 5-ാം വർഷം ഒരു കാല് പോയി. ഇത് മുട്ടിന് മുകളിൽ നിന്ന് മുറിച്ചിരിക്കുകയാണ്. ഇത് ഷൂ ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അകത്ത് വെപ്പുകാലാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ചെറിയൊരു അസ്ഥി ഇത്രയും നീളത്തിൽ. ബാക്കി മുഴുവൻ വെപ്പുകാലയിലാണ് നിൽക്കുന്നത്, നടക്കുന്നതും.
15 വർഷമായി വെപ്പുകാലം നടപ്പ് തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് എനിക്ക് വട്ടം കിട്ടുന്നത്. ശേഷം ഞാനിങ്ങനെ ദൈവരാജ്യം ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഈശോ അല്ല. ആ ഈശോ, എൻ്റെ ഈശോ കുരിശിൽ മരിച്ചിട്ട്, എടാ നീ ഈ കുരിശ് ഏറ്റെടുത്തോടാ, നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ ഒരു ഈശോയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർന്നില്ല, പിന്നീട് ഒന്നുകൂടെ ക്യാൻസർ വന്നു. 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അത് ശ്വാസകോശത്തിന്. അങ്ങനെ ശ്വാസകോശവും മുറിച്ച് കളഞ്ഞു. ഇവിടെ ഒരു ശ്വാസകോശം ഇല്ല, നമുക്ക് 2 ഉണ്ട്. ജന്മന 2 ഉണ്ട്. എനിക്ക് നിലവിൽ ഇപ്പോൾ ഒരു ശ്വാസകോശവും ഒരു കാലേ ഉള്ളൂ. ഈ ഒറ്റക്കാലനായ എന്നെ ഇത്ര ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഞാൻ ഇങ്ങനെ ഈശോ വിശ്വസിച്ച മക്കളെ എല്ലാം ശരിയാകുമെന്ന് പറയേല. എൻ്റെ ഈശോ അങ്ങനെ ഈശോ അല്ല. ഒരു സ്വർഗത്തിൽ പോകണോ, വിശുദ്ധരാകണോ, നിത്യജീവിതം വേണോ, നിന്റെ ജീവിതത്തിൽ നീ വേറെ കുരിശെടുക്കാനൊന്നും പോകണ്ട. ഇപ്പൊ അനുവദിച്ചിരിക്കുന്ന ദൈവം തരുന്ന സഹനങ്ങളെ അത് മതി. ഒത്തിരി സഹനവും സങ്കടവും വിഷമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളീ പുറത്ത് സന്തോഷത്തോടെ കാണുന്നെങ്കിലും ജീവിതത്തിൽ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എനിക്കൊരൊറ്റ കാര്യമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മുഴുവൻ ദൈവശാസ്ത്രം തെറ്റല്ലേ? ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കരുത് എനിക്ക് ഈശോയിലുള്ളത്. അപ്പൊ എന്താ വേണ്ടേ? അപ്പൊ വേണ്ടതാണ് എന്ത്? തീക്കകത്ത് നിൽക്കാനുള്ളൊരു വിശ്വാസം. വെട്ടുവരുമെന്നറിഞ്ഞിട്ടും ഈശോയാണ് എൻ്റെ ദൈവമെന്ന് പറയാനുള്ള വിശ്വാസം. അതിന് പറയുന്ന പേരാണ് ക്രിസ്ത്യാനിറ്റി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഇങ്ങനെ ഒരു വിശ്വാസം എനിക്ക് തരാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണില്ല, തളരില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ 2 കാലോടും കൂടി ഉറച്ച് മണ്ണിൽ ചവിട്ടാൻ നിങ്ങൾക്കിപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റക്കാലനായി നിങ്ങളുടെ അടുത്ത് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ചോദിക്കണം, ദൈവമേ എന്തിനാണ് എനിക്ക് ഈ 2 കാല്? നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വല്ലാതെ വിഷമവും സങ്കടവും ആത്മഹത്യ വരെ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ വല്ലാത്ത രീതിയിൽ സഹനത്തിലൂടെ തന്നെ കടന്നുപോയി ഇപ്പോഴും സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ വലിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ ദുഃഖിച്ച് നിലവിളിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് നല്ലൊരു ജീവിതം കളയരുത്, നരകതുല്യമാക്കി മാറ്റരുത്. സന്തോഷമായി ജീവിക്കാനായി ദൈവം തന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു പ്രശ്നമുണ്ട്. ശരിക്കും ഈശോയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിന്നെ മുഴുവനും സഹനങ്ങൾ അല്ലേ? ശരിക്കും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എങ്ങനെയാണല്ലോ, പിന്നെ മുഴുവനും സഹനങ്ങളാണ്, ഒരു ഗതിയും പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈശോയെ ഒരുമാതിരി ഒന്ന് പറ്റിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയുള്ള ഒരു തട്ടിപ്പ് വിശ്വാസവുമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവര് ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ സഹനത്തെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എന്ത് ചെയ്യുക? കൊടുക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് കേട്ടോണേ ശ്രദ്ധിക്കണം. ക്രിസ്തീയ ജീവിതം എന്നാൽ അത് സഹനത്തിൻ്റെ ഒരു ജീവിതമല്ല.
ക്രിസ്തീയ ജീവിതം എന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ്, അയ്യോ പിന്നെ മുഴുവനും കുരിശ്, പിന്നെ മുഴുവനും സങ്കടം ദുഃഖമാണ്, നമുക്ക് ശരിക്കും ഒന്ന് ചിരിക്കാൻ പോലും പറ്റിയല്ല. കാരണം എന്താണ്? ഈശോ കുരിശെടുക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്, മുഴുവനും കുരിശ്. പക്ഷെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ, ക്രിസ്തീയ ജീവിതം എന്നാൽ അതെന്തിൻ്റെ ജീവിതമാണ്? ആനന്ദത്തിൻ്റെ ജീവിതമാണ്. ഇത് പറയുന്നത് ഞാനാണ്. 15 വർഷമായി ഇങ്ങനെ നടക്കുന്ന ഒരാൾ, വാക്രയിലും വെപ്പുകാരയിലും ഒക്കെ ആയിട്ടാണ് എൻ്റെ ജീവിതം. ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ കാല് വെക്കും, കാല് വെക്കും, എന്നിട്ട് ഇങ്ങനെ നടക്കും. ഒരു കാല് അടുത്ത കാല് കൃത്യമായിട്ടല്ല വന്നതെങ്കിൽ ഞാൻ വീഴും. കാരണം ഇതൊരു ബാലൻസിങ്ങലാണ്. 22 കൊല്ലം ദൈവം തന്ന നോർമൽ കാലുമായി ജീവിച്ച ആളാണ്. ഇപ്പം 15 കൊല്ലമായി വെപ്പുകാലയിലാണ് നടപ്പ്. എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതം അത് സന്തോഷത്തിൻ്റെ ജീവിതമാണ്. ചെറിയ ചെറിയ സഹനങ്ങളെ ഓർത്ത് നിരാശപ്പെട്ട് ദുഃഖിച്ച് വിഷമിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഈശോയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം എനിക്ക് വെല്ലുവിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്, വെറുതെ പറയുകയല്ല. അതിനാൽ ഇത് കേൾക്കുന്നവർ 2 കാലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം ഒറ്റക്കാലൻ വെറുതെ ഇരുന്ന് സന്തോഷിക്കുകയാണ്. പിന്നെയാണ് 2 കാലുള്ളവർ ഇരുന്ന് ദുഃഖിക്കുന്നത്. അപ്പം നിങ്ങൾക്കല്ല നാണക്കേട് ആണോ? എന്നെ ഞാനിവിടെ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്കെല്ലാം എങ്ങനെ വേണം തിരിച്ചു പോകാൻ? സന്തോഷത്തോടെ വേണം. കാരണം ഒറ്റക്കാലായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ല 2 കാലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ. സന്തോഷത്തോടെ വേണം ജീവിക്കാൻ. ഇനി ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു അതും കൂടെ പറയാം. എന്തുകൊണ്ട് സന്തോഷിക്കുന്നു നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും നിങ്ങൾക്കറിയാം? എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാവുന്നിടത്ത് ആരുമില്ല ഒറ്റക്കാലനായിട്ടുള്ള ഒരാൾ. ഞാൻ സെമിനാരിൽ ചേർന്നിട്ട് 5 കൊല്ലം ആയതുകൊണ്ട് അപ്പോഴാണ് എൻ്റെ കാലം മുറിക്കുന്നത്. പിന്നീട് 7-8 കൊല്ലം പഠിച്ചിട്ടാണ് എനിക്ക് പട്ടം കിട്ടുന്നത്. ഒറ്റക്കാലനായി പട്ടം മേടിച്ച ഒരച്ഛനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കാലില്ലാത്ത അച്ഛന്മാരുണ്ട്. ഈ MSFSലുണ്ട്, ഇവിടെയുണ്ട് കാലില്ലാത്ത അച്ഛന്മാർ. പക്ഷേ കാല് മുറിച്ചിട്ട് ഒറ്റക്കാലനായിട്ട് പട്ടം മേടിച്ച അച്ഛന്മാരെ പരിചയമുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. എൻ്റെ ഇത്തരം കാലത്തെ പട്ടം കിട്ടിയിട്ട് 8 കൊല്ലമായി. ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് ആരെയും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് നോർമലി പട്ടം കിട്ടാനായിട്ടുള്ള യോഗ്യതയില്ല, അംഗവൈകല്യം ഉള്ളവനാണ്. അങ്ങനെ ഒരുത്തനെ പട്ടം കൊടുത്തിട്ട് സഭയ്ക്ക് എന്ത് ഗുണം? അല്ലേ, ഇവനെ നോക്കാൻ വേറൊരുത്തനെ അടുത്ത് വെക്കേണ്ടി വരും. ഞാൻ ആദ്യമൊക്കെ പട്ടം മേടിക്കുന്ന കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു കുർബാനയെങ്കിലും മര്യാദയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് ചെല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം കാല് കഴയ്ക്കും, മടുക്കും ഒറ്റക്കാലം നിൽക്കുമ്പോൾ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3.5-4 മണിക്കൂർ എനിക്ക് ഒറ്റക്കാലം നിൽക്കാം, സാധാരണ മനുഷ്യൻ നിൽക്കുന്നത് പോലെ തന്നെ, ഒരു കുഴപ്പമില്ല. ഇതിന് പറയുന്ന പേരാണ് ദൈവാനുഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ മാറി, കൈയടിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ അതോടെ അവൻ്റെ ഈശോയും തീർന്നു, സ്നേഹവും തീർന്നു, വിശ്വാസവും തീർന്നു. അല്ലേ, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ താൽക്കാലിക തരത്തിലുള്ള സ്നേഹവും വിശ്വാസവും അല്ല, കുരിശ് ഏറ്റെടുക്കാൻ പോരുന്ന ഒരു വിശ്വാസം. ഒരു വചനം ഞാൻ നിങ്ങൾക്ക് തരാം. 1 പത്രോസ് 4:12. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെല്ലണേ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വചന ഭാഗമാണ് 1 പത്രോസ് 4:12. വചനം എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും അതെടുക്ക്, നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. കിട്ടിയോ? ഞാൻ ചൊല്ലിത്തരാം. പ്രിയപ്പെട്ടവരെ, ഒച്ചത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ
നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. വല്ല മനസ്സിലായോ? മനസ്സിലായോ? എന്താണ് വചനം? നിന്റെ ജീവിതത്തിൽ കുഞ്ഞു സഹനമല്ല ഈ പറയുന്നത് കേട്ടോ. മാരകമായ അഗ്നിശോധന നിന്റെ കുടുംബത്തിലോ ജീവിതത്തിലോ അപ്രതീക്ഷിതമായി ഉണ്ടാകുകയാണ്. ചിലപ്പോൾ രോഗമായിരിക്കാം, പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം, സുഹൃത്തുക്കളുടെ ചതിയായിരിക്കാം, വലിയ സഹനങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. വചനം പറയുകയാണ്, നിന്നെ പരിശോധിക്കുന്നതിനായി വലിയ അഗ്നിശോധന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്ന് വെച്ചാൽ ആക്സിഡന്റലി പെട്ടെന്ന് സംഭവിച്ച ഒന്ന് കാര്യമായി നീ അതിനെ കണ്ട് പരിഭ്രമിക്കരുത്, ടെൻഷൻ അടിക്കരുത്, വിഷമിക്കരുത്. അടുത്ത വചനം എന്താണ്? ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ എന്താണ് വചനം പറയുന്നത്? വലിയ സഹനം, അഗ്നിശോധന വരുമ്പോൾ എന്ത് ചെയ്യാനാണ് വചനം പറയുന്നത്? നിങ്ങൾ തലേ കയറുന്നുണ്ടോ? വലിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയോട് ഉടനെ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി അവിടെ പോയി ഇത് ശാപവും ബന്ധനവും പൈശാചികതയും പിന്നെന്താണ് പൂർവ്വശാപവും പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ അല്ലേ, ഇതെല്ലാം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വഴിപാട് നേർച്ചയും ഇത് മാറ്റാനുള്ള പരിഹാര ക്രിയകളുമായി ഓടരുത്. ഇങ്ങനെ നമ്മൾ ഓടിയാൽ ഈ സ്വന്തം കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കണമെന്നുള്ള വചനത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, വ്യാഖ്യാനിക്കും? മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം പിശാചാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഈ പിശാചിനെ തുരത്താൻ വേണ്ടി നമ്മൾ പോകും. ശരിക്കും ഈ പ്രശ്നത്തിലൂടെ, ഈ സഹനത്തിലൂടെ ദൈവം ഒരു പദ്ധതി ഒരുക്കി നിന്നെ വിശുദ്ധീകരിച്ച് നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടുള്ള അജ്ഞാതമായ ദൈവിക രഹസ്യങ്ങളെ നാം അവഗണിക്കുകയാണ്, തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ ഈശോ ഒരു തവണ ഇങ്ങനെ കുരിശ് വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് വന്നിട്ട് പറഞ്ഞെന്ത്? കർത്താവേ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനെ വിളിക്കുന്നത് എന്താ പേരെന്നാ? സാത്താൻ, ചെകുത്താനെ എന്നാ വിളിക്കുന്നത്. ഈ പത്രോസിനെ ഈ സംഭവത്തിന് മുമ്പേ ആണ് പത്രോസെ നീ പാറയാണ്, ഈ പാറയെ നിന്നെ സഭയായിരിക്കും. പിന്നെ എന്താണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല ഉത്തരം പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് എന്ത്? നീ ജീവിക്കുന്ന ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? ഇത് ദൈവാത്മാവാണ്, എൻ്റെ പിതാവാണ്, മാംസരക്തങ്ങളല്ല, എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. എന്ന് വെച്ചാൽ ഇത്രയും ദൈവിക വെളിപാട്, ദൈവിക പദ്ധതി ഉള്ള ഒരു മനുഷ്യനാണ് ആര്? പത്രോസ്. ഈ പത്രോസ് ആണ് ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈശോയ്ക്കൊരു ഉപദേശം അങ്ങോട്ട് എന്താ പറയുന്നത്? നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. സാധാരണ മനുഷ്യനാണെങ്കിൽ ഒരാശ്വാസത്തിൻ്റെ വചനമല്ലേ പറഞ്ഞത്, അല്ലേ? സ്വീകരിച്ചേനെ. പത്രോസേ, എനിക്കും കൂടി വേണ്ടിയിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കണം, ഇതെങ്ങനെയാലും ഒന്ന്. അപ്പോൾ ഈശോയ്ക്ക് എന്ത് മനസ്സിലായി? അത് പത്രോസ് അല്ല, അത് ചെകുത്താനാണ്, ചെകുത്താൻ. അതുകൊണ്ടാണ് ഓടി ഓടിപ്പോയി ഇത് മാറാൻ വേണ്ടിയിട്ട് നടക്കരുത്. ഓടി ഓടിപ്പോയി ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, സാരമില്ല. അതായത് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ഞാൻ അതിന് മുന്നേ പറയാം. പാപത്തിൻ്റെ ഫലമായി ബന്ധനങ്ങളുണ്ട്, പാപത്തിൻ്റെ ഫലമായി തകർച്ചകളുണ്ട്, അതുണ്ട്, അതില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യണ്ടേ? അയ്യോ എനിക്ക് ബന്ധനം മുഴുവൻ പാപത്തിൽ എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിച്ച് കുമ്പസാരിച്ചാൽ അത് തീരും. കുമ്പസാരത്തിലൂടെ എല്ലാം പരിഹരിക്കപ്പെടുകയാണ്, അതിൻ്റെ ശാപം തീരുന്നു. കാരണം നമുക്ക് വേണ്ടി ശാപമായി കുരിശിൽ മരിച്ച ഒരുത്തനുണ്ട്. അതിൻ്റെ പുറകെ പിന്നെ പോകണ്ട, ശാപവും പാപവും പറഞ്ഞ് സ്വീകരിക്കണം. ഇരുകൈകൾ നീട്ടി, ദൈവമേ നിന്റെ കുരിശിന്റെ ഒരു ഭാഗഭാഗിത്വമാണല്ലോ ഇപ്പോൾ എനിക്ക് നീ തരുന്നത്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയാൽ അവനാണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനി. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണ്. ഈശോ ഒരിക്കൽ വള്ളത്തെ കയറി കിടന്നുറങ്ങി പോവായിരുന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ശിഷ്യന്മാര്. ആ വള്ളത്തിന് എന്ത് പറ്റി? കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു, വള്ളം മുങ്ങാറായി. ആ വള്ളത്തിൽ ആരുണ്ടായിരുന്നു? ഏതാ തിരമാല ഉണ്ടാകുന്നതിന് മുന്നേ ആ വള്ളത്തിൽ ആരുണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ വള്ളത്തിനെതിരെ തിരമാല ഉയർന്നത്?
നമ്മൾ അതിൻ്റെ അകത്തുള്ള അല്പവിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കും. എന്താ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ ശാസിക്കാൻ മേലായിരുന്നു ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി? ഈശോ ഉണ്ടായിരുന്നിട്ടും അതിനെ നമ്മൾ ധ്യാനിക്കണം. സ്നേഹമുള്ളവരെ, ഈശോ നിന്റെ വള്ളത്തിൻ്റെ അകത്തുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ചിലപ്പോ തിരമാല കയറി വരും. ഈശോ വള്ളത്തിലുണ്ടെങ്കിലും ജീവിതത്തിലും കുടുംബത്തിലും വള്ളം മുങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണത്? നിങ്ങളുടെ വിശ്വാസമൊന്നും പോകരുത്. എന്തിനു വേണ്ടിയിട്ടാ? ഇതിലും വലിയത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. വല്ല മനസ്സിലാവുന്നുണ്ടോ? കാനായിൽ കല്യാണ വിരുന്നിൽ ഈശോയെ ക്ഷണിച്ചതായിരുന്നു. ഈശോ വലിഞ്ഞവരെ വന്നല്ല, ഈശോയെ ക്ഷണിച്ചിട്ട് വന്നാണ്. ആ വീഞ്ഞിൽ എന്ത് പറ്റി? ആ തിരുനാൾ, ആ കല്യാണ വീട്ടിൽ എന്ത് സംഭവിച്ചു? ഈശോയെ ക്ഷണിച്ച കല്യാണമാണ്. ഈശോയെ ക്ഷണിച്ച കല്യാണത്തിന് അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. കാരണം എന്താണ്? എന്തുകൊണ്ടാ തെറ്റി? എന്തുകൊണ്ടാ വീഞ്ഞു തീർന്നു പോയി ഈശോ ഉണ്ടായിരുന്നിട്ടും? ഈശോ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു ദുരന്തവും സംഭവിക്കില്ല എന്ന് ഒരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചത് ഇവിടെ? ഈശോ മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതിലേക്കാട്ടിലും മേൽത്തരം വീഞ്ഞ് എത്രയാണ്? 6 കൽപ്പരണി നിറയെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. അവൻ എത്ര കാലം ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നിന്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു മേൽത്തരം വീഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നത്. ഈ വീഞ്ഞ് തീർന്നുപോയി എന്ന് വിചാരിച്ചുകൊണ്ട്, ഉദാഹരണം പറഞ്ഞപ്പോൾ അൽഫോൻസാമയുടെ കാര്യം പറയാം. അൽഫോൻസാമയെ നമ്മളൊന്ന് എടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. അത് ജനിച്ചത് എന്ത് പറ്റി? അൽഫോൻസാമ ജനിച്ചതേ എന്ത് പറ്റി? അമ്മ മരിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏളാമ്മയുടെ വീട്ടിൽ വന്ന് അവിടെ എന്താണ്? മുഴുവനും അൽഫോൻസാമയ്ക്ക് സങ്കടങ്ങളാണ്. എന്നാൽ പിന്നെ മടത്തിൽ ചേർന്നൊക്കെ വെച്ചാൽ മടത്തിൽ ചെന്നപ്പോൾ അവിടെയോ മുഴുവൻ രോഗം, പിന്നെ കൂട്ടത്തിൽ നിന്നുള്ള സഹനങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ പാവം ഇങ്ങനെ രോഗം, കഠിന രോഗം അല്ലേ, രോഗവും ദുഃഖവും സഹനമായിട്ട് ജനിച്ച നാൾ തൊട്ട് ഇതിങ്ങനെ ജീവിക്കുകയാണ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളങ്ങനെ ഇപ്പോഴെങ്ങനെയാണ് അതിനെ പിടിച്ചു സമയം പിടിച്ചുകൊണ്ടേ നമ്മളൊന്ന് പ്രാർത്ഥിപ്പിക്കും. എന്തെങ്കിലും ബന്ധനമുണ്ടോ? ശരിയാണ്, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ബന്ധനമുണ്ടോ എന്ന് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും. നമുക്കാര് നഷ്ടപ്പെട്ടേനെ? ഒരു വിശുദ്ധ കേട്ടോണം, അകത്തിങ്ങനെ സഹനമുള്ള ആളുകൾ കേട്ടോണം, ഓടരുത്. ഈശോ തരുന്നതാണ്. അത് സഹിച്ചാൽ എന്ത് കിട്ടും? അതാ ഞാൻ ചോദിച്ചത്. നിന്റെ വിശ്വാസം അത്ഭുതത്തിനാണോ രക്ഷയ്ക്കാണോ? നിങ്ങൾ രക്ഷയ്ക്ക് നാരായണ പറഞ്ഞു, പിന്നെ നിങ്ങളെല്ലാം രക്ഷ എന്ന് പറഞ്ഞു. ഒന്നോടെ സ്വയം ചോദിക്കണം, സത്യസന്ധമായിട്ടാണോ ഈ ഉത്തരം പറഞ്ഞതെന്ന്. സഹനങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. കുറിച്ചിട്ടു. ലാസർ ഈശോയെ സ്നേഹിച്ചിരുന്നെന്നുള്ളതല്ല, ഈശോ സ്നേഹിച്ചിരുന്ന ആളാണ് ആര്? ലാസർ. അങ്ങനെയാ നമുക്കറിയാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും പുള്ളിക്ക് എന്നാ പറ്റി? നിങ്ങൾക്കറിയാൻ മേലെ ലാസർ എന്നാ പറ്റിയത്? എന്നാ പറ്റി? മരിച്ചുപോയി. രോഗം വന്നാ മരിച്ചത്. അപ്പൊ ഈശോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു രോഗവും വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചില തെറ്റിദ്ധാരണ കിടക്കുകയാണ് അല്ലേ? രോഗം വന്നാൽ അടറേ പിശാചാണ്, പിന്നെ മുഴുവൻ പ്രശ്നങ്ങളും. ഇത് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മൾ ഉടനെ ഓട്ടമാണ് ഇത് പരിഹരിക്കാൻ അല്ലേ? ഈ ഈശോ വെള്ളത്തിൽ ഒരു തവണ ഇങ്ങനെ ശിഷ്യന്മാർ വള്ളത്തിൽ പോകുന്നു. ഈശോ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് വരുമ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ കൽപ്പിച്ചാലും ഞാനും കൂടെ വന്നോട്ടെ. അപ്പോൾ ഈശോ പറയുന്നുണ്ട് പോരടാ. അപ്പോൾ ഉടനെ പത്രോസ് എന്ത് ചെയ്തു? ഇറങ്ങി അല്ലേ? എന്നിട്ട് എന്ത് ഈ പത്രോസ് എന്നാ പറ്റി? താണു പോയില്ലേ? താണു പോയി. ആള് ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത്? ഈശോയോട് പ്രാർത്ഥിച്ചു, ഞാൻ വന്നോട്ടെ. ഈശോയോട് ചോദിച്ചു വന്നോട്ടെ എന്ന്.
പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരുന്നെന്ത്? പത്രോസ് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഈ പത്രോസിന് എന്നാ പറ്റി? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തെറ്റും. പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളാന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ അച്ഛൻ വന്നിട്ട് മുഴുവൻ പ്രശ്നമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സഹോദരരെ, ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു ചെറുതായി പോലും ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിന്റെ കൂടെ ഈശോ ഉണ്ട്. അതാണ് ഏശയ്യാ 43:2. നീ സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ, ഏശയ്യാ 43:2 എടുത്ത്, നീ സമുദ്രത്തിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അടുത്തത്, നദികൾ കടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കില്ല. പിന്നെ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽപ്പിക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. അതിനെന്താണ്? നിന്റെ ജീവിതത്തിൽ നീ സമുദ്രത്തിലൂടെ എന്ന വണ്ണമായിരിക്കാം, അഗ്നിയിലൂടെ എന്ന വണ്ണമായിരിക്കാൻ പോകുന്നത്. പക്ഷെ വചനം പറയുകയാണ്, നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്. അവിടെയാണ് ശരിക്കും ഈശോ കൂടെ ഉള്ളത് നമ്മൾ അനുഭവിക്കേണ്ടത്. കാരണം നമ്മുടെ ഈശോ കുരിശിൽ മരിച്ച ഒരു ഈശോയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കർത്താവ് എന്നോട് കൂടെ. മരണമാണ് നിഴലായി നിൽക്കുന്നത്, അടുത്തത് മരണം. താഴ്വരയിലൂടെയാണ്, ഒരു പ്രതീക്ഷയും ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവർ കേട്ടോ, ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുള്ള സമയങ്ങളാണിത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ളവരാണ്, പിടിച്ചു നിന്നവരാണ് ആര്? കാത്തോലിക്ക സഭയിലെ പേര് എടുത്ത വിശുദ്ധരും മുഴുവനും. സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന വചനമാണിത്. 56:8 സങ്കീർത്തനം. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല. ദൈവം എണ്ണി വച്ചിരിക്കുന്നത് എന്താണ്? നിന്റെ അലച്ചിലുകൾ. അപ്പോൾ അലച്ചിലുകളിലൂടെയാണ്, കണ്ണീർ കണങ്ങളിലൂടെയാണ്. അടുത്തെന്താണ്? കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു. ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ട് ഒരു കല്യാണത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ അന്നേരം എന്ത് ചെയ്യും? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്, സെൽഫി ഒക്കെ എടുത്ത് എന്ത് ചെയ്യും? സൂക്ഷിച്ച് വെക്കുകയോ സ്റ്റാറ്റസ് ഇടുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യും. എന്താണ് കാരണം? നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്, നല്ല ഡ്രസ്സാണ്, നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അതേസമയം കരഞ്ഞ് നിലവിളിച്ച് ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല കെട്ടിയോടായിട്ട് അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ ഒരൊരു സെൽഫി എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മളാരെങ്കിലും അങ്ങനെ എടുക്കുമോ? ഇല്ല. ശരിയല്ലേ? കാരണം ഞാൻ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും എൻ്റെ സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ്. ഇവിടെ വചനം പറയാണെന്ത്? നിന്റെ കണ്ണീർ കണങ്ങളാണ് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചത്. ദൈവം ഓർത്തിരിക്കുന്നത് എന്താണ്? നിന്റെ ദുഃഖങ്ങളാണ്. അടുത്ത വേറെ വചനം തരാം. ജെറമ്യാ 31:16. നമുക്കറിയാം, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് എന്തുണ്ട്? പ്രതിഫലം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ വചനം? എല്ലാവരും ഒന്ന് ചൊല്ലിക്ക്. കരച്ചിൽ നിർത്തി. അല്പം കൂടെ ഒച്ചത്തിൽ. വീട്ടിൽ ഇങ്ങനെ ബഹളമൊക്കെ വെക്കുമ്പോൾ ഇത്ര സൗണ്ടേ ഉള്ളോ നിങ്ങൾക്ക്? അല്ല, എന്നാൽ അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. എന്തിന് പ്രതിഫലം ഉണ്ടെന്നാണ് വചനം പറയുന്നത്? നിന്റെ കണ്ണുനീരിനും നിന്റെ യാതനകൾക്കുമാണ് പ്രതിഫലം. യാക്കോബ് 1:12 വചനം പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം
12-ാമത്തെ വചനം. ഞാൻ വചനങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് വചനം എന്താ പറയുന്നത് അറിയാവോ? പരീക്ഷകൾ ഒരു ഭാഗ്യവാനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗ്യവാൻ, അത് കേട്ടോ. സുവിശേഷത്തിലെ ഭാഗ്യവാൻ ആരാണ്? സുവിശേഷത്തിലെ ഭാഗ്യവാൻ ആരാണ്? ചോദ്യം. എല്ലാ അഭിവൃദ്ധിയും അടിക്കടി ഉയർച്ചയും പ്രാർത്ഥിക്കുന്ന അപ്പടി നടക്കുന്നതുമല്ല. എന്താണ് സുവിശേഷത്തിലെ ഭാഗ്യവാൻ? പരീക്ഷകൾ ക്ഷമയോടെ, പറഞ്ഞേ, ആ വാക്ക് നിങ്ങൾ എല്ലാവരും പറയണം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാൻ. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ. അത് ഉച്ചത്തിൽ പറഞ്ഞേ, സഹിക്കുന്നവർ. അതിന് മാത്രം നിങ്ങൾക്ക് ഒരു എനർജി ഇല്ല. എനിക്കതിന് ഭയങ്കര എനർജിയാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് അതിൻ്റെ അടുത്ത വചനം? എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം അവന് കിട്ടും. ഇതാണ് സുവിശേഷം. ചെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് കേട്ടിട്ട് സഹിക്കാൻ തയ്യാറാണോ? സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരെല്ലാവരും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എങ്ങനെ വന്നിട്ട് നിങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടാണോ? അപ്പോൾ ഇനി സഹനം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഉള്ളവർ ഒന്നുകൂടെ കൈവയ്ക്കേ. ഇത് ഞാനല്ല, ഇത് കർത്താവിന്. ഇപ്പം ആദ്യം കൈവക്കി പലരും, ഇപ്പോൾ കൈവക്കിയില്ല, ഞാൻ കണ്ടു. യെസ്. ഇനി കൈവക്കിയവർക്കെല്ലാം ഞാനൊരു സമ്മാനം തരാൻ പോവാണ്. കാരണം കൈവക്കാത്തവർക്ക്, അവർക്ക് അല്ലേ, അതിനെ സ്വീകരിക്കാൻ പറ്റിയല്ലാത്തവരാണ്. പറ്റുന്നവർക്ക് സമ്മാനമാണ് കേട്ടോ, സമ്മാനം. കൈവക്കാത്തവർ എന്നോട് പണക്കൊന്നും വിചാരിക്കണ്ട, ഞാൻ നേരത്തെ ചോദിച്ചിട്ടാണല്ലോ. കൈവക്കിയവർക്കുള്ള സമ്മാനം എന്നത് ചെറിയ സമ്മാനമല്ല. ഈ തിരുശേഷിപ്പ് അറിയാവോ നിങ്ങൾക്ക്? തിരുശേഷിപ്പ് അറിയാം അല്ലേ? അപ്പോൾ ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധരുടെ അവരുടെ അവരുടെ നഖം അല്ലെങ്കിൽ അവരുടെ മുടി, അതല്ലെങ്കിൽ അവരുടെ അസ്ഥി, അങ്ങനെയുള്ളതൊന്ന്. പിന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ളത്. പിന്നീട് അവരുപയോഗിച്ച വസ്ത്രത്തിൽ മുട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ പല ഗ്രേഡിലാണ് തിരുശേഷിപ്പ്. ഞാൻ നിങ്ങൾക്ക് ഒരു A ക്ലാസ് ഫസ്റ്റ് ഗ്രേഡ് തിരുശേഷിപ്പ് തരാൻ പോവാണ്. ഏതാ? കൈവക്കിയവർക്ക്. സന്തോഷമായല്ലോ? അല്ല, ഇപ്പോഴല്ല, മുന്നേ കൈവക്കിയവർക്ക് കേട്ടോ. സഹിച്ചോളാൻ തയ്യാറാണെന്ന് പറഞ്ഞ്. ഇനി അതൊരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ തിരുശേഷിപ്പല്ല. അപ്പം പിന്നെ ആരുടെ ആയിരിക്കും? ഈശോയുടെ. അപ്പം അച്ഛൻ പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക്, അച്ഛൻ നുണ പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല. നിങ്ങൾക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് ഈശോ മരിച്ച കുരിശില്ലേ, തൂങ്ങി മരിച്ച ആ കുരിശിൻ്റെ തടി, ആ തടിയുടെ കുറച്ച് ഭാഗങ്ങൾ വേണോ? വേണം. ഏതാ? കൈവക്കിയവർക്കാ കേട്ടോ. ഇപ്പോഴല്ല, മുന്നേ കൈവക്കിയവർക്ക്. അപ്പോൾ അത് എപ്പോഴാണ് തരുന്നത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വേണം? ഇപ്പോൾ തരാം. ഇപ്പോൾ തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാനിങ്ങ് പോന്നപ്പോൾ ഇത് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, വേറെ അയലോക്കത്തെ വീട്ടിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം സഹനം തരുന്ന ഒരാൾ ഉണ്ട്. അപ്പോൾ ആ ആൾ ആണെന്ത്? തിരുശേഷിപ്പ്. കാരണം എന്താണ്? ഈശോയുടെ കുരിശെന്ന് പറയുന്നത് അല്ലേ? സഹനം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, കൈപൊക്കിയവർക്ക് തിരുശേഷിപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും സമ്മാനം കിട്ടിയോ? കിട്ടി. അടുത്തത് തീർന്നില്ല, അടുത്തത് കേൾക്കണം. നമ്മൾ തിരുശേഷിപ്പുകൾ സാധാരണ എവിടെയാണ് വെക്കുന്നത്? അൾത്താരയിൽ വണക്കത്തിനായിട്ടാണ് വെക്കുന്നത്. വിശുദ്ധ വസ്തുക്കളാണ് അല്ലേ? ആണോ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വീട്ടിലെ തിരുശേഷിപ്പിനെ നമ്മൾ എങ്ങനെ വേണം കാണാൻ? ഭക്തവസ്തുവാണ്.
ഭക്തവസ്തു അല്ലേ? ആ, കാരണം എന്താണ്? ഇയാളുള്ളത് കൊണ്ടാണ് എനിക്ക് കുറെ കൂടെ സഹിക്കാൻ പറ്റുന്നത്. ഇയാളുള്ളത് കൊണ്ടാണ് എനിക്ക് കുറെ കൂടെ ക്ഷമിക്കാൻ പറ്റുന്നത്. അപ്പോഴതാരാണ് പറഞ്ഞേ? തിരുശേഷിപ്പ്. ആരാണ്? തിരുശേഷിപ്പ്. അപ്പൊ തിരുശേഷിപ്പിനെ തല്ലാനും തൊഴിക്കാനും ഇടിക്കാനും പാടുണ്ടോ? പാടുണ്ടോ? തിരുശേഷിപ്പിനെതിരെ കുറ്റം പറയാൻ പാടുണ്ടോ? തിരുശേഷിപ്പ് എന്താണ്? വിശുദ്ധ വസ്തുവാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സഹനം തരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി നിങ്ങൾ അയാൾക്കെതിരെ പരിഹാരത്തിനും നന്നാക്കാനുമായി പോകരുത്. ചില പാടാണ് ഈ ക്ലാസ്, ചില ബുദ്ധിമുട്ടാണ്, പക്ഷേ മർമ്മമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് കേട്ടല്ലോ. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ അടുത്ത് ഈശോ പറഞ്ഞിരിക്കുന്നത് അതാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയോ സഹനം തന്നിട്ട് അത് സഹിക്കാനുള്ള അളവില്ലാത്ത ശക്തി എനിക്ക് വെറുതെ ഇത് എൻ്റെ പ്രാർത്ഥനയുടെയോ എൻ്റെ പരിത്യാഗത്തിൻ്റെ ഫലമൊന്നുമല്ല. എനിക്കിത് ഫ്രീ ആയിട്ട് ദൈവം തന്നേക്കാണ്, സഹിക്കാനായിട്ടുള്ളൊരു പവർ. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ആളുകളോട് പറയണം, സഹിച്ചേ രക്ഷിക്കപ്പെടാൻ പറ്റൂ. സഹിച്ചേ രക്ഷിക്കപ്പെടാൻ പറ്റൂ. ഇന്ന് കുടുംബത്തിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പല കാരണങ്ങളിലേക്ക് നമ്മൾ പല രീതികളിൽ പോകും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ കുരിശിനെ സ്നേഹിക്കുന്നവരുടെ, സഹിക്കുന്നവരുടെ എണ്ണം കുറയുമ്പോഴാണ്. അല്ലേ? ഇതാരും കാണില്ല, സഹിക്കുന്നതൊന്നും ആരും മനസ്സിലാക്കത്തുമില്ല. എനിക്ക് ഈ ഭൂമിയിൽ ഒട്ടും പ്രതിഫലവും കിട്ടില്ല. വിശുദ്ധരൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈശോ പോട്ടെ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരത്ഭുതമെങ്കിലും പ്രവർത്തിച്ചോ? ഉത്ഥാനം ചെയ്തു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഈശോയുടെ ഭൗതിക ഭൂമിയിലെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈശോ ഒരത്ഭുതവും, അതുപോലെ തന്നെ ഒരു വിശുദ്ധന് അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവനൊരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലെ ഈ സഹനങ്ങളെ ഹബക്കുക്ക് 3:17 ഇപ്പം തന്നൊരു വചനമാണ്. അതെന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, കാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ എൻ്റെ കർത്താവിൽ. ഇതല്ലേ ആരാ പറയുന്നത്? ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അവൻ ഈ ആലയിലെ ആടും കന്നുകാലിയും മുന്തിരിയും അത്തിയും കൊണ്ടൊക്കെ അന്നം മുട്ടി ജീവിച്ചു പോകുന്നവനാണ്. അവൻ പറയാണ്, ദൈവമേ, ഇതൊന്നും ഇല്ലെങ്കിലും, മുന്തിരി ഫലമില്ല, ആലയിൽ ആട് ഇല്ല, തൊഴുത്തിലൊന്നും ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്തു ചെയ്യും? കർത്താവിൽ ആനന്ദിക്കും, സന്തോഷിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക എന്ന് വചനം പറയുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഒറ്റക്കാലനായ എന്നെ ഇന്നിവിടെ വചനം പ്രഘോഷിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാലുള്ള എല്ലാവരും എന്തു ചെയ്യണം? ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് സന്തോഷിക്കണം. കാരണം എന്താണ്? എനിക്ക് രണ്ട് കാലും ഉണ്ടല്ലോ. നമ്മുടെ ആരുടെയും അവകാശമാണോ ഇത്? കുറേ കാശ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് കാലം നാളെ കാണണമെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? കുറേ എക്സസൈസ് ചെയ്യുന്നുള്ളതിൻ്റെ പേരിൽ നാളെ എനിക്കൊരു അസുഖം വരികയെന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല, ആണല്ലോ, അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യം, എന്നെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ഈശോ എന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അല്പം അച്ഛൻ ജാട പറയുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാൾ കൂടുതൽ. കാരണം നിങ്ങൾക്ക് വേറെ സഹനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശാരീരികമായ രീതിയിൽ അനുദിനം സഹിക്കാനായിട്ടുള്ള വലിയൊരു നിധി ഈശോ എനിക്ക് തന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിലെ സഹനങ്ങൾ ഇങ്ങനെ ഈശോയുടെ കുരിശിൻ്റെ ഭാഗവാക്കായി നിരന്തരം സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഈശോയുടെ കുരിശിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയത്താണ്. ഈ സന്തോഷം ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് അൾത്താരിയിൽ നിന്ന് ഈശോയുടെ ശരീരരക്തങ്ങൾ വിഭജിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ഈശോയെ എൻ്റെ ജീവിതം മാറുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് പറയാണ്, കുറേ സഹിച്ചതിൻ്റെ പേരിൽ ആരും വിശുദ്ധരാകില്ല. എന്തു ചെയ്യണം? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ കുരിശിലേക്ക്. അപ്പോൾ എൻ്റെ അതൊന്ന് മാറും, എൻ്റെ കുരിശെന്നുള്ളത് മാറും. എന്തായി മാറും? ഈശോയുടെ കുരിശിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് സന്തോഷം ഉണ്ടാവും.